നമസ്കാരം. എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 PSC പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 പരീക്ഷകളിലെ PSC കറണ്ട് അഫയേഴ്സിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, PSC ഏതൊക്കെ മേഖലയാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2026. ആദ്യത്തെ ചോദ്യം, ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റഷ്യയാണ്. റഷ്യയിലാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ എ ആണ്, നവി മുംബൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം. അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 2023 JC ഡാനിയൽ പുരസ്കാരം. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷാജി എൻ കരുൺ. ആരാണ്? ഷാജി എൻ കരുണിനാണ് 2023 ലഭിച്ചത്. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറഞ്ഞത് ഇത് ആരംഭിച്ചത് 1992 5 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ആദ്യം കിട്ടിയത് TA വാസുദേവൻ. 2022 കിട്ടിയത് TV ചന്ദ്രൻ. 2023 ആരായിരുന്നു? ഷാജി എൻ കരുൺ. ഇനി 2024 ലഭിച്ചത് ശാരദയ്ക്കാണ്. അപ്പൊ 2024 കിട്ടിയത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. 2024 നടി ശാരദയ്ക്കാണ് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2025 ICC വനിതാ ലോകകപ്പില് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹർമൻ പ്രീത് കൗളാണ് 2025 നടന്ന ICC വനിതാ ലോകകപ്പിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മോഹൻലാൽ ആണ്. മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇനി ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. അപ്പൊ ആദ്യത്തെ മലയാളി ആരാണ്? ഓപ്ഷൻ സിയിൽ കൊടുത്തേക്കുന്നുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്തെന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻ്റെ കേരളം എന്നും സുന്ദരം. എന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരെന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ്, ശുഭാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെയും സൂചിപ്പിക്കുന്ന ഓപ്ഷൻസ് കണ്ടെത്തുക. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പാണ്. സുഭോജനം എന്ന് പറയുന്നത് ശുചിത്വമുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ഇനി ആശ്വാസം എന്താണ്? പേര് പോലെ തന്നെ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. പച്ചത്തുരുത്ത് എന്താണ്? തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്.
അടുത്ത ചോദ്യം 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരമാരാണ്? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സഞ്ജു സാംസൺ ആണ്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാമാണ്? 2024 2020 ക്രിക്കറ്റ് ലോകകപ്പില് പ്ലെയർ ഓഫ് ദി സീരീസും പ്ലെയർ ഓഫ് ദി മാച്ചുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്? വിരാട് കോഹ്ലി. അപ്പോൾ അതാണ് ഉത്തരം, ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവയിലെ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം എന്താണ്? റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ ഗംഗ. അടുത്ത ചോദ്യം ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ലിയോ 14. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. അടുത്തത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേരെന്ത്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. എന്താണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ, നിർഭയ. അടുത്തത് കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി. കുഷ്ഠരോഗം കുട്ടികളിലെ രോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ബാലമിത്രയാണ്. 2025 കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ഇങ്ങനെ ആരംഭിച്ചത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 49/2026 ആണ്. ആദ്യത്തെ ചോദ്യം 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഉസ്മാൻ ഡെംബലെ. ഉസ്മാൻ ഡെംബലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? അപ്പോ നമ്മുടെ തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നുള്ളൊരു ചോദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവരാരുമല്ല, നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ആരാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്? ഓപ്ഷൻ എ ആണ്, അജിത് ഡോവാൽ. അജിത് ഡോവാൽ ആണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 കറക്റ്റ് ആണ്. 2025 ഏപ്രിൽ 6 പാമ്പൻ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. അതും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. അതും ശരിയാണ്. അപ്പൊ ഇതില് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026
ബ്രിക്സ് ഉച്ചകോടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യയാണ്. 2025 ആരായിരുന്നു? ഓപ്ഷൻ എയിലുള്ള ബ്രസീൽ ആയിരുന്നു. 2025 ബ്രസീലായിരുന്നു. 2025 2026 ആരായിരുന്നു? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? അംഗൻ ജ്യോതി. പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ചിറ്റൂരാണ്. ഏതാണ് ഉത്തരം? വരുന്നത് ഓപ്ഷൻ എ ആണ്, ചിറ്റൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ ഒരു പദ്ധതി വിജയകരമായി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി പദ്ധതി. അതായത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ നിരക്ഷർക്കും ബ്രെയിൽ ലിപി പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി പദ്ധതി. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. ഉത്തരം 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ തീയതിയാണ്. ആ ഒരു പോയിന്റ് ഏതാണ്? ശിവശക്തി പോയിന്റ് ആണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 23 ഓഗസ്റ്റ് 2023. ചന്ദ്രയാൻ 3 23 ഓഗസ്റ്റ് 2023 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അപ്പോൾ ഡേറ്റ് നോക്കി, ചന്ദ്രയാൻ 3 23 ഓഗസ്റ്റ് 2023. 3 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചോളുക. അടുത്ത ചോദ്യം, 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേതാണ്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്നാണ് ചോദിച്ചത്. ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി ആണ്, തന്തപ്പേര്. അടുത്തത്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസ് 52ാമത് ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് BR ഗവായി ആണ്. നിലവിലുള്ളത് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അതാരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത്തെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ 52 53 ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/2026. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ കണ്ടെത്തുക. 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്നാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോൺ എം മാർട്ടനസ്. ജോൺ എം മാർട്ടനസ് ആണ് 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തി. അടുത്ത ചോദ്യം, ചരക്ക് സേവന നികുതിയിൽ GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? GSTയിൽ നിന്നും ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടതെന്നാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്,
12% 28%മാണ് ഒഴിവാക്കപ്പെട്ട സ്ലാബുകൾ. നിലവിലുള്ളത് 5%, 18%. അതിൻ്റെ കൂടെ ഒരു 40% ലക്ഷറി സ്ലാബുമാണ് ഉള്ളത്. അപ്പോൾ 5, 18, 40 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത ചോദ്യം, 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. വനിതകൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റ് സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. അടുത്ത ചോദ്യം നോക്കിയാലോ. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്രയാണ്? 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, 40%. 60:40 എന്നാണ് വിഹിതം വരുന്നത്. 60% സെൻട്രലിനും 40% സ്റ്റേറ്റിനുമാണ് ഉള്ളത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 40%. അടുത്ത ചോദ്യം, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കിൻഫ്രയാണ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിജയ കിഷോർ രഹത്കർ. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. എവിടെയാണ്? ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാകുന്നത്. ലാസ്റ്റ് ചോദ്യമാണ്, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായിട്ട് ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദീപാവലി. ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായിട്ട് ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2026 നടന്ന ആ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ദിവസവും ഇനിയിപ്പോൾ 1 മാസമേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ മാത്സൊക്കെ ഡെയിലി ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രിലിംസ് പാസ്സാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്